നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6 നിന്ന് സിബിൻ പുറത്ത് വന്നതിന് ശേഷം എയർപോർട്ടിൽ നിന്ന് അവിടുന്ന് മാധ്യമങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ചെറിയൊരു ഇൻ്റർവ്യൂ പോർഷൻ, ചെറിയൊരു ബൈറ്റ് ഉണ്ട്. സിബിൻ നേരെ പുറത്തേക്ക് വരുന്നു. വന്ന സമയത്തുള്ള സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ആ ചോദ്യങ്ങൾക്കുള്ള ഒരു റിയാക്ഷൻ സിബിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. പെട്ടെന്ന് ഒന്നും ആലോചിക്കാതെ പറഞ്ഞ റിയാക്ഷൻ അല്ല. സിബിൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് സിബിനെ നമ്മൾ കണ്ടിട്ടുള്ള, ബിഗ് ബോസിൽ കണ്ടിട്ടുള്ള സിബിൻ്റെ ഒരു തിങ്കിങ് വെച്ചിട്ട് സിബിൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് തന്നെ പറഞ്ഞതായിരിക്കും. പക്ഷേ ഈ സിബിന് എത്ര ദിവസം ഈ പറഞ്ഞിട്ടുള്ള ഈ അഭിപ്രായത്തിലൊക്കെ ഉറച്ചു നിൽക്കാൻ പറ്റുന്നുള്ളത് അറിയില്ല. കാരണം വെച്ചാൽ അപ്പുറത്ത് നിൽക്കുന്ന ഏഷ്യാനെറ്റാണ്. പ്രത്യേകിച്ച് സിബിൻ ഇന്ന് കൊടുത്തിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ്, ആ സ്റ്റേറ്റ്മെൻറ്റ്സിൽ എവിടേക്കോ നമ്മൾ ഒരുപാട് കമൻസിലൂടെയും വീഡിയോയിലൂടെയൊക്കെ നമ്മൾ റിയാക്ട് ചെയ്ത് പറഞ്ഞിട്ടുള്ള ഏഷ്യാനെറ്റിൻ്റെ സോർട്ട് ഓഫ് എ ഡേർട്ടി ഗെയിം ചെറുതായിട്ട് എവിടേക്കോ അത് സിബിൻ പറയാതെ പറഞ്ഞു. നാം മനസ്സിലാവേണ്ട ആൾക്കാർക്ക് മനസ്സിലായി എന്ന് ജസ്റ്റ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യട്ടെ. എനിക്കങ്ങനെ തോന്നി. ഓക്കെ, അപ്പോൾ ഇന്ന് സിബിൻ്റെ ആ ഇൻ്റർവ്യൂ, സിബിൻ പറഞ്ഞിട്ടുള്ള ആ പുറത്തെത്തിയിട്ടുള്ള വീഡിയോസ് നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. പക്ഷെ അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, അതാണ് നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്ന വീഡിയോയിൽ കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങളുടെ കമൻറ്റ് ദയവ് ചെയ്ത് പറയാവുന്ന. രണ്ടാമത്തെ കേസ്, അതിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. സിബിൻ്റെ ഈ പുറത്തേക്ക് വരൽ റിലേറ്റഡ് ആയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് പറഞ്ഞിരുന്നു. അതായത് സിബിനും ഏഷ്യാനെറ്റും കൂടി ഒരു അറേഞ്ച്മെൻ്റ് ആണ്. സിബിൻ അതിലൊരു കണ്ടസ്റ്റൻ്റായിട്ട് വന്നതല്ല എന്നുള്ളത് എനിക്കൊരു തോന്നിപ്പോയി. കാരണം വെച്ചാൽ ആ രീതിയിലായിരുന്നു കാര്യങ്ങളുടെ പോക്ക്. പ്രത്യേകിച്ച് ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ള ഇപ്രാവശ്യം എക്സ്പെഷ്യലി ബിഗ് ബോസ് മലയാളം സീസൺ 6ൻ്റെ നടത്തിപ്പും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത്, കഴിഞ്ഞ സീസണും അതുതന്നെയാണ് സ്ഥിതി, പക്ഷേ എന്നാലും നടത്തിപ്പും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് എന്തൊക്കെ നമുക്കൊരു ട്രാൻസ്പെറൻസി, ഒരു എന്താ പറയുക, 100% നന്മ, 100% ക്ലിയർ സ്ട്രേറ്റ് ഫോർവേഡ് എന്ന് പറയുന്നില്ല, പക്ഷേ അതിലൊരു 20% പോലും നമുക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു തോട്ടിൽ അങ്ങനെ പറഞ്ഞത്. ഞാൻ പറഞ്ഞു 60-40 ചാൻസാണ്. 60% സിബിൻ ഇങ്ങനെ പുറത്ത് വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുക, സിബിൻ ഇങ്ങനെ ഒരു 60% സിബിൻ അതൊരു കംപ്ലീറ്റ്ലി സ്ക്രിപ്റ്റഡാണ്, പോക്കും വരവും ഒക്കെ. 40% സിബിന് എന്താ പറയുക, ലാലേട്ടൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായ സമയത്ത് അയാൾ സ്വാഭാവികമായിട്ട് ആത്മാഭിമാനത്തിന് ക്ഷതമേറ്റു എന്നുള്ളൊരു കണ്ടീഷനിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അത് ഞാൻ ചെറുതായിട്ട് തിരുത്തുന്നു, 40-60 ആക്കുന്നു. ഒരു 60% ഷിബിൻ്റെ ആത്മാഭിമാനത്തിന് ക്ഷതമേറ്റു എന്നുള്ളൊരു കാര്യം കൊണ്ടായിരിക്കണം സിബിൻ പോകുന്നത്. അതുതന്നെയാണെന്ന് വിചാരിക്കുന്നു. പക്ഷെ എന്നാലും 40% നമ്മളതിൽ എനിക്ക് ഇപ്പോഴും ചെറിയൊരു തോട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ കണ്ടിടത്തോളം ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ക്രിപ്റ്റഡ് ആൻഡ് എഡിറ്റഡ് മാത്രമല്ല, സ്ക്രിപ്റ്റഡ് പോലെ തന്നെ ഫീൽ ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം റോബിൻ വന്നിട്ട് പറഞ്ഞത് എഡിറ്റഡ് എന്നാണ് കേട്ടോ, സ്ക്രിപ്റ്റഡ് എന്നല്ല. പക്ഷേ എന്താണെന്നുണ്ടെങ്കിലും അത് ആ ഒരു രീതിയിൽ തന്നെ തോന്നുന്നത്. ബിഗ് ബോസിൽ വന്നിട്ടുള്ള പല ആൾക്കാരും, ഇപ്പോൾ ഫിറോസിൻ്റെ ഇൻ്റർവ്യൂ ഞാൻ കണ്ടു ലേറ്റസ്റ്റ് ആയിട്ട്, അങ്ങനെ പല ആൾക്കാരും പല ഒപ്പീനിയൻസാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് സിബിൻ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. സിബിൻ എന്തുകൊണ്ട് അവിടുന്ന് പോകുന്നു എന്നുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും അറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ സീസണിൽ, അതായത് സീസൺ 6 ഒരു ക്ലിയർ ആൻഡ് ഷുവർ ഷോട്ട് വിന്നറായിട്ട് എല്ലാവരും കണ്ടിരുന്ന ഒരു വ്യക്തിയാണത്. കാരണം അയാൾക്ക് അവിടെ 2-3 ദിവസത്തോളം മെൻ്റൽ പ്രഷർ, അല്ലെങ്കിൽ ആ 2-3 ദിവസം ഇഫ് ഇറ്റ് ഇസ് റിയലായിട്ട് വന്നു തന്നെയാണ് പുള്ളി പറയുന്നത്. കണ്ടതല്ലേ, അങ്ങനെ ഒരാൾക്ക് കരയാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ റിയലായിട്ട് വന്നിട്ടുള്ള ആ ഒരു മെൻ്റൽ പ്രഷർ അറ്റ്ലീസ്റ്റ് ഫോർ 2 days അയാൾക്ക് താങ്ങാൻ പറ്റുമായിരുന്നെങ്കിൽ ഷുവർ ഷോട്ട് ആൻഡ് 100% ഇത്ര ഈസി ആയിട്ട് ഒരു കേക്ക് വാക്ക് എന്ന് പറയുന്നില്ല, ഒരു വളരെ ഷുവർ ഷോട്ടായിട്ട് പുള്ളിക്ക് കൊണ്ടുപോകാൻ പറ്റുന്നൊരു കപ്പായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ 6ൻ്റെ. അതെന്തുകൊണ്ടോ അൺഫോർച്ചുനേറ്റ്ലി ഈ പരിപാടികൾ കാരണം പോയി. അതെന്താണെന്നുള്ളത് സിബിൻ ഇൻ്റർവ്യൂവിൽ പറയുന്നത്, കയറി വന്ന സമയത്ത് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ നമുക്കൊന്നും കൂടി കാണാൻ, കാരണം വെച്ചാൽ ഒന്നും കൂടി പോയിൻറ്റ്സ് അതിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ സിബിൻ എന്താണ് ആക്ച്വലി എയർപോർട്ടിൽ പറഞ്ഞത് എന്നുള്ളത് കേട്ടോ. ബേസിക്കലി ഞാനൊരു എന്റർടൈനർ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ധർമ്മം. അത് ഞാൻ അതിനകത്ത് വൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ലാൽ സാറ് വന്നിട്ട് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് വേദന ഉണ്ടാക്കി. അത് എന്റർടൈനർ അല്ല നമ്മുടെ തൊഴിൽ. അപ്പോൾ എന്റർടൈൻ ചെയ്യുന്നില്ലേ ആൾക്കാർക്ക്, ഞാൻ എന്റർടൈനിങ് ആയിട്ട് തോന്നുന്നില്ലേ, എന്റർടൈനിങ് കഴിഞ്ഞു പോയോ? അപ്പൊ അങ്ങനെ തോന്നിയപ്പോ ഒരു എന്റർടൈനർ അല്ലെങ്കിൽ പിന്നെ എന്തിന് ഞാൻ അതിനകത്ത് നിൽക്കണം എന്നുള്ള ആ മൊമെന്റിൽ എനിക്ക് തോന്നി, ആ ഒരു നിമിഷം. അപ്പൊ ആ തോന്നലൊന്ന് പിന്നെ നമുക്ക് ഒരടിയല്ലല്ലോ, മെഷീൻ ഗണ്ണായിരുന്നില്ലേ. ശരിയാണ് സിബിൻ പറഞ്ഞത്. കാരണം ഒരടിയായിരുന്നില്ല, മെഷീൻ ഗണ്ണായിട്ടായിരുന്നു കിട്ടിയിരുന്നത്. പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിനെ കുറിച്ച് ആടിനെ പട്ടിയാക്കുന്ന ഷോ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ആര്യ സിബിൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. അപ്പോൾ ആര്യ പറഞ്ഞു കേട്ടിട്ട് ബിഗ് ബോസിനെ കുറിച്ച് കാര്യങ്ങൾ അറിയാം. ഇതൊക്കെ അറിഞ്ഞിട്ടും സിബിനുള്ളിൽ ചെന്ന് കഴിഞ്ഞിട്ട് ചെറിയതല്ല കേട്ടോ, സിബിനെ സംബന്ധിച്ച് ചെറിയ കാര്യമല്ല. പക്ഷേ ബിഗ് ബോസ് കണ്ടവർക്കറിയാം. അപ്പോൾ കഴിഞ്ഞ സീസണിലൊക്കെ ഓരോ എപ്പിസോഡിൽ എടുത്ത് നോക്കുന്ന സമയത്ത് മഖിലിനെ, അതിന് മുന്നേ കേസിൽ റോബിനെ, രജിത് സാറിനെ, പെർട്ടിക്കുലർലി DFKനെ, ഈ പറഞ്ഞിട്ടുള്ള
ഇതുപോലെ പുറത്ത് സപ്പോർട്ട് ഉണ്ടെന്ന് കണ്ടിട്ടുള്ള എല്ലാവരെയും ഇതുപോലെ മെഷീൻ ഗണ്ണ് മാത്രമല്ല എല്ലാ ബോഫേഴ്സും എല്ലാവിധ പടക്കോപ്പുകളും കൊണ്ടാണ് ബിഗ് ബോസ് നേരിട്ടിട്ടുള്ളത്. അപ്പോൾ അവരിതൊക്കെ അവരിതൊക്കെ എന്താ പറയുക, കുറേ ആൾക്കാർ സാർ റോബിനൊക്കെ അതിൽ പോയി. പക്ഷേ അഖിലിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അഖിലിൻ്റെ അടുത്ത് ഈ കളികളും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. അപ്പോൾ സിബിൻ പറഞ്ഞ പോലെ ഒരു എൻ്റർടൈൻമെൻറ്റ് സിബിൻ പറഞ്ഞതാണ്. ഒരുപക്ഷെ ചിലപ്പോൾ അയാളുടെ തോട്ട് പ്രോസസ്സ് അതായിരിക്കാം, അയാളുടെ തിങ്കിങ് അതായിരിക്കാം. പുള്ളി ഒരു ബേസിക്കലി ഒരു എൻ്റർടൈനറാണ്. അപ്പോൾ എൻ്റർടൈൻമെൻറ്റിന് മാത്രമായിട്ട് ഒരാൾ ബിഗ് ബോസിൽ ഒരിക്കലും ഒരു ഫെയിമിനല്ല കപ്പ് നേടിയെടുക്കാനല്ല, അതൊരു എൻ്റർടൈൻമെൻറ്റിന് മാത്രം പോകേണ്ട കാര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ജാസ്മിനോട് സംസാരിച്ചുള്ളത് എൻ്റർടൈൻമെൻറ്റ് മാത്രമായിരുന്നില്ല. കാരണം വെച്ചാൽ പുറത്തുള്ള പ്രേക്ഷകർ ഏത് രീതിയിലാണ് ആ ഓരോ കണ്ടസ്റ്റൻസിനെയും, എസ്പെഷ്യലി ജാസ്മിൻ ജാഫർ ആൻഡ് ഗബ്രി ഈ കോമ്പോനെയും ഇൻഡിവിജ്വലായിട്ടും സിംഗിളായിട്ടും ഗ്രൂപ്പായിട്ടും ഇവരെ നേരിടണമെന്ന് പ്രേക്ഷകർ ആഗ്രഹിച്ച സെയിം രീതിയിലാണ് സിബിൻ അവിടെ വളരെ കറക്റ്റായിട്ട് പെരുമാറിയിട്ടുള്ളത്. അപ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റിന് മാത്രം പോയി അതുകൊണ്ട് ഇതാക്കി എന്ന് പറയുന്ന സമയത്ത് എനിക്ക് എന്തുകൊണ്ടോ നമുക്കത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഓരോരുത്തരുടെ മാനസിക സ്ഥിതിയോ നമുക്കെന്താ വെള്ളം മനസ്സിൽ എന്നുള്ളത് പറയാൻ പറ്റില്ലല്ലോ. ആ വീട്ടില് എനിക്കൊരു ഗെയിം, ബാക്കി 18 പേർക്ക് ഒരു ഗെയിം. ഇതിന്റെ അപ്പുറത്തേക്ക് ബിഗ് ബോസിനൊരു മൈൻഡ് ഗെയിം ഉണ്ട്. ആ ബിഗ് ബോസിനെതിരെയുള്ള മൈൻഡ് ഗെയിം ആ വീട്ടിൽ നിന്ന് എനിക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല. കാര്യം ഞാൻ എന്ത് ചെയ്താലും പറഞ്ഞാലും അത് ബിഗ് ബോസ് കേൾക്കും, കാണും. അപ്പൊ അദ്ദേഹത്തിനെതിരെ ഒരു മൈൻഡ് ഗെയിം പ്ലാൻ ചെയ്യാൻ പറ്റും. ഇയാൾ ചില്ലറക്കാരനല്ല. ഹീ ഈസ് എ ബ്രില്യൻ ഗായ്, ഈസ് എ വെരി ബ്രില്യൻ ഗായ്, ഈസ് എ വെരി ഗുഡ് ഗെയിമർ. ഓക്കെ, ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സൊന്നും ക്ലിയറാണ്. ഞാൻ പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം അഖിൽ അത്രയ്ക്കില്ലെങ്കിൽ കൂടെ അഖിലിൻ്റെ ഓരോ വാക്കുകളിൽ നിന്നും അയാൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, അയാൾ എന്താണ് ഫോർകാസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ വളരെ ക്ലിയറായിട്ട് പെറുക്കിയെടുക്കായിരുന്നു. സെയിം സിറ്റുവേഷനാണ് സിബിനെതിരെ വന്നിട്ടുള്ളത്. അയാൾ പറയുന്നത് വെച്ചാൽ ശരിയാണ്, നമുക്കും ഫീൽ ചെയ്തു ബിഗ് ബോസിനെതിരായിട്ടുള്ളൊരു ഗെയിം. പ്രത്യേകിച്ച് ആ പവർ റൂം കേസ്. പവർ റൂമിൽ സിബിൻ വന്നു കഴിഞ്ഞ ഉടനെ സിബിനെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് സിബിനെ പിടിച്ച് പവർ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇടുക എന്നുള്ളതാണ് ആയിരുന്നു. ഓക്കെ, പിന്നെ വളരെ ക്ലിയറായിട്ട് ലാലേട്ടനെ വെച്ചിട്ട് ലാലേട്ടനൊക്കെ തെറി പറയുന്നുണ്ടല്ലോ. എനിക്കൊന്നുമില്ല, പുള്ളി ഈ എപ്പിസോഡും കാര്യങ്ങളൊന്നും കാണുന്നുണ്ടായിരിക്കില്ല. പുള്ളിക്ക് എന്താണോ സ്ക്രിപ്റ്റ് കൊടുക്കുന്നത് അയാളത് വായിച്ചു പോകുമായിരിക്കും. അല്ലാണ്ട് ഇപ്പോൾ പേഴ്സണലി ഇപ്പോൾ ലാലേട്ടന് സിബിനോട് ദേഷ്യം. കാരണം ഞാൻ കുറേ കമൻറ്റ്സ് അങ്ങനെ കണ്ടു. അത് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. സംഗതി ആൾക്ക് ഇപ്പോൾ ലാലേട്ടനെ പറ്റി എന്ത് പഠിച്ചു, അയാൾക്ക് എന്താണ് എഴുതി കൊടുക്കുന്നത്, ലാലേട്ടൻ എന്താ എഴുതി കൊടുക്കുന്നുള്ളത്, അദ്ദേഹത്തിന് എന്താ എഴുതി കൊടുക്കുന്നുള്ള സംഗതി മാത്രമേ പുള്ളി പറയുന്നുള്ളൂ. ജാസ്മിന് ഫേവർ ചെയ്യുന്നുണ്ട് തോന്നുന്നില്ല. അഭിപ്രായമില്ല, അങ്ങനെ അഭിപ്രായമില്ല. നാട്ടുകാരാണെന്ന പരിപാടിയല്ലേ ഇപ്പോൾ. ജാസ്മിനെ ഫേവർ ചെയ്താൽ നിങ്ങൾ വെറുതെ വിടും, ഇറങ്ങിയിട്ടില്ല. ഇതെങ്കിലും ലാലേട്ടൻ ഒരു എപ്പിസോഡിൽ ജാസ്മിനെ പൊക്കി പറയുന്നത് എനിക്ക് തോന്നിയോ? തോന്നി. അല്ല, ഈ സിബിൻ ചേട്ടൻ കാണിച്ചു എന്ന് പറഞ്ഞ സംഭവം ഇവിടെ ആരും പ്രേക്ഷകർ കണ്ടിട്ടില്ല. അതെന്തുകൊണ്ടാണ് കാണിക്കാത്തതെന്ന് പറയും. അത് BCCI റൂൾ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചേട്ടാ. ഞാൻ അതിനകത്ത് ചെയ്തതിന്റെ മൊത്തം റെസ്പോൺസിബിലിറ്റി ഞാനെടുത്തു. എനിക്ക് എന്താ പറയാ, ഊളയെന്നോ അങ്ങനത്തെ ഭാഷകളൊന്നും ഉപയോഗിക്കാറോടാ. എൻ്റെ ഏറ്റവും മാന്യമായ രീതിയിൽ ആ ഫ്രസ്ട്രേഷൻ ഞാൻ പുറത്തേക്ക് വിട്ടത് ആംഗ്യത്തിലൂടെയാണ്. അത് ഞാൻ പൂർണ്ണ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കും. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിൽ ഇതുപോലുള്ള ആക്ഷൻസും വേർഡ്സും ഒന്നും ആരും യൂസ് ചെയ്യില്ല തോന്നുന്നത്. എനിക്ക് തോന്നുന്നു അർജുൻ ഈ സീസണിൽ അങ്ങനെ ഒരു ആക്ഷൻ കാണിച്ചിട്ടുണ്ടല്ലോ. ഇത് സംഗതി ഇത്ര തന്നെയാണ്. ഇത് ജസ്റ്റ് മുന്നേ നിങ്ങൾ കണ്ട ക്ലിപ്പിൽ സിബിൻ പറഞ്ഞ പോലെ സിബിൻ ഏഷ്യനെറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ടൊരു ഗെയിം കളിക്കുന്ന, അതായത് ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ഗെയിം ഉണ്ട്. അപ്പോൾ ഈ ഗെയിമിൻ്റെ ഈ ബിഗ് ബോസിൻ്റെ തന്നെ പ്രത്യേകത എന്ന് വെച്ചാൽ ഓരോരുത്തരും അതിനുള്ളിൽ ഇൻക്ലൂഡിങ് ലാലേട്ടൻ ബിഗ് ബോസിൻ്റെ പപ്പറ്റാണ്, പാവയാണ്, കളിപ്പാവം മാത്രമാണ്. ലാലേട്ടൻ വരെ 110% പുള്ളി വെറും കളിപ്പാവ നമ്പർ 1 എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതുപോലെ തന്നെയാണ് ഓരോ കണ്ടസ്റ്റൻസും ബിഗ് ബോസിൻ്റെ കയ്യിലെ കളിപ്പാവകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കളിപ്പാവകൾ ഈ മാസ്റ്റർക്കെതിരെ തിരിയുന്നൊരു സിറ്റുവേഷൻ വരിക എന്നുള്ള സമയത്തില്ലേ സ്വയമായിട്ട് ചിന്തിച്ച് എതിരെ പ്ലാൻസിന് അഗെയിൻസ്റ്റായിട്ട് തിരിയുക എന്ന് പറഞ്ഞ സമയത്ത് സ്വാഭാവികമായിട്ടും ബിഗ് ബോസിന് തോന്നും. കാരണം ഇവനെ ഇനി വെച്ച് പൊറപ്പിക്കേണ്ട. കാരണം ഇപ്പോൾ മറ്റേതിൽ പാരങ്കനാരുടെ മെയിം പറഞ്ഞ പോലെ, അതായത് ഇവനെ ഇനി വളരാൻ അനുവദിച്ചുകൂടാ എന്നുള്ളൊരു സംഭവമാണ് സിബിൻ്റെ കേസിൽ സംഭവിച്ചത്. ഈ സ്വന്തമായിട്ട് തീരുമാനം എടുത്തില്ലെന്ന് പറയുമ്പോൾ തന്നെ വർക്കൗട്ട് വർക്കൗട്ടെന്ന് എനിക്കറിയില്ല. അതെങ്ങനെ ആ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന്. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മാറ്റുന്നു എന്നാണ് എന്നോട് പറഞ്ഞത്. അതായത് ഡോക്ടറിന്റെ ഡോക്ടർ വന്നിട്ട് അങ്ങനെ ഒരു പ്രശ്നം ഇല്ല നിങ്ങൾക്ക് തോന്നുന്ന. അപ്പൊ ഇതിന്റെ ക്രെഡിബിലിറ്റി പോകില്ല കേട്ടോ. ഈ ഏഷ്യാനെറ്റിൽ ബിഗ് ബോസ് ഇതിന്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കില്ല ഈ സംഭവം. ഞാൻ പറയട്ടെ, അങ്ങനെ എനിക്കൊരു അഭിപ്രായമില്ല. അങ്ങനെ എനിക്കൊരു അഭിപ്രായമില്ല. ശരി തെറ്റുകളില്ല, റേറ്റിംഗേ ഉള്ളൂ. വളരെ വൃത്തിയായിട്ട് ആ ഷോനെ കുറിച്ച് മനസ്സിലാക്കി ആ ഒരു മെൻ്റൽ സ്റ്റേറ്റിലിരുന്ന് പുറത്ത് വന്നിട്ടും അതിനെക്കുറിച്ച് ഈ രീതിയിൽ സംസാരം ഡെലിവർ ചെയ്യാൻ കഴിവുള്ളൊരു വ്യക്തി ബിഗ് ബോസ് എന്ന ഷോന് നഷ്ടം എന്നേ പറയുള്ളൂ. സിബിന് നഷ്ടം എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി ഉണ്ടായിരിക്കും. പക്ഷെ അതിനേക്കാളും കൂടുതൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഷോക്ക് ഏറ്റവും കൂടുതൽ നഷ്ടമാണ് സിബിൻ പുറത്ത് പോയിട്ടുള്ളത്. നമുക്ക് നഷ്ടമാണ്, ഈ യൂട്യൂബേഴ്സിന് നഷ്ടമാണ് കോണ്ടൻറ്റിന് വേണ്ടിയിട്ട്. കാരണം വെച്ചാൽ ക്വാളിറ്റി കോണ്ടൻറ്റ്. ഇപ്പോൾ ജാസ്മിനും ഗബ്രിയും കോണ്ടൻറ്റ് തരുന്നില്ല എന്നല്ല, അവർ തരുന്നുണ്ട്, വിഷയങ്ങൾ ഒരുപാട് തരുന്നുണ്ട് ചർച്ച ചെയ്യാൻ. പക്ഷേ ക്വാളിറ്റി ഇല്ല, ചീപ്പ് കോണ്ടൻറ്റാണ് തരുന്നത്.
അപ്പോൾ ക്വാളിറ്റിയുള്ളൊരു കോണ്ടൻറ്റ് തരാൻ കഴിവുള്ളൊരു വ്യക്തിയായിരുന്നു പുറത്തു പോയിട്ടുള്ളത്. അപ്പോൾ അയാളുടെ സംസാരത്തിൽ തന്നെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ലേ, ഇതിൽ ശരി തെറ്റുകളില്ല, ഇതൊരു ഷോ ആണ്, എസ്പെഷ്യലി ഇത് ബിഗ് ബോസ് ആണ്, ഇതിൽ ശരിയും തെറ്റുകളില്ല, ഇതിൽ റേറ്റിംഗ് ഉള്ളൂ എന്ന്. അപ്പോൾ ആ റേറ്റിങ്ങിന് വേണ്ടിയിട്ട് ഏത് എക്സ്ട്രീം വരെയും ബിഗ് ബോസ് പോകുന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ജാസ്മിൻ ആൻഡ് ഗബ്രിയുടെ ഈ ലവ് കോംബോ ഒക്കെ ഇവർ കളിക്കുന്നത്. അതുപോലെ ഓരോരുത്തർ സിറ്റുവേഷൻ എടുക്കുകയാണെങ്കിൽ എന്താണോ ബിഗ് ബോസിന് തോന്നുന്നത് അതുകൊണ്ടാണ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇതന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് അപ്പോൾ അവർക്ക് താല്പര്യം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് ഇത് വെറുക്കാനിട്ടല്ല. ഒരുപാട് പേർക്ക് വെറുക്കുന്നുണ്ട്, ഒരുപാട് പേര് ഹോട്ട്സ്റ്റാറിൽ കമൻറ്റ് ഇടുന്നുണ്ട്, അതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട്സ് നമുക്ക് അയച്ചു തരുന്നത് കാണുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ കൂടി ബിഗ് ബോസ് നിർത്തില്ല, ചേഞ്ച് ചെയ്യില്ല. കാരണം അവരെന്താ വെച്ചാൽ എന്ത് പരിപാടിയാണോ അവിടെ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കിട്ടുന്നത് അതേ അവർ ചെയ്യുള്ളൂ. അപ്പോൾ സത്യം പറഞ്ഞാൽ അവിടെ ജാസ്മിൻ ഗബ്രി കോമ്പോ അതിലിപ്പോൾ ജാസ്മിൻ്റെ ജീവിതം തൊലഞ്ഞാലും ഗബ്രിയുടെ ജീവിതം തൊലഞ്ഞു കഴിഞ്ഞാലും അവർക്ക് യാതൊരു ഒരു വിഷയമല്ല. ബിക്കോസ് ദിസ് ഇസ് ബിസിനസ്, ഇത് കോർപ്പറേറ്റ്സിൻ്റെ കളിയാണ്. അഭിപ്രായമില്ല, അഭിപ്രായമില്ല ബ്രോ, അങ്ങനെയൊന്നും പറ്റില്ല ബ്രോ. വെള്ളരിക്കപ്പെടണം 100% സ്ക്രിപ്റ്റഡ് അല്ലെന്ന് ഞാൻ പറഞ്ഞു. 100% സ്ക്രിപ്റ്റഡ് അല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് കരുതി വരും. യെസ്, അപ്പോൾ അതാണ് സ്ഥിതി. അപ്പോൾ 100% സ്ക്രിപ്റ്റഡ് ഒന്നുമല്ല എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ശതമാനം എന്നുള്ള കണ്ടീഷനിൽ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു ഇത് ഊഹിച്ചെടുക്കാം. പക്ഷേ അതല്ല, പുള്ളി പറഞ്ഞു 100% ഷോ സ്ക്രിപ്റ്റഡ് അല്ലാതെ. പക്ഷേ ഇതൊക്കെ സിബിൻ പറയുമെങ്കിൽ കൂടി എവിടേക്കോ സിബിൻ്റെ വാക്കുകളിൽ നിന്ന് കാണുന്ന നമുക്ക് ഊഹിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. എന്തൊക്കെയോ ഉടായ്പകൾ ആ ഷോയിൽ ഉണ്ടായിട്ടുണ്ട്. സിബിൻ്റെ പുറത്തു വരൽ റിലേറ്റഡ് ആയിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അതായത് ഏഷ്യാനെറ്റ് വിചാരിച്ച പോലെയാണ് സംഭവം. ഭയങ്കര സിമ്പിളാണ്. ഞാൻ ബിഗ് ബോസിനെതിരെ ഗെയിം കളിക്കുന്നു പറഞ്ഞ പോലെ എന്താണോ ഏഷ്യാനെറ്റിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് അല്ലെങ്കിൽ അവർ തീരുമാനിച്ചു വെച്ചിട്ടുള്ളത് ഈ സീസണിൽ മാറ്റിപ്പിടിക്കൽ എന്താണോ ഉദ്ദേശിച്ചിട്ടുള്ളത് അതേ രീതിയിൽ മാത്രമേ മിനിറ്റ് ബൈ മിനിറ്റ് ഓരോതും പോകാൻ പാടുള്ളൂ. അത് മാത്രമേ അവിടെ സംഗതിയുള്ളൂ. ഇപ്പം ഇന്നലെ ആ ശരണ്യയുടെ ഫിസിക്കൽ അസോൾട്ട്, ജിൻഡോയുടെ ശരണ്യയുടെ ഫിസിക്കൽ അസോൾട്ട് അവിടെ ലൈവിൽ കാണിച്ചില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. അവിടെ കാണിക്കുന്നത് കംപ്ലീറ്റ് ഇവർ ശബ്ദം ഉണ്ടാക്കുന്നതാണ്, ഒപ്പമുള്ളവർ ശബ്ദം ഉണ്ടാക്കുന്നതാണ്. കാരണം അവർ ഫിസിക്കൽ അസോൾട്ട് കാണിച്ചില്ല. എപ്പിസോഡിൽ പോലും അസോൾട്ട് കാണിക്കാത്ത രീതിയിൽ കാണിച്ചുള്ളൂ. കാരണം വെച്ചാൽ സ്വാഭാവികമായിട്ടും ഓൾറെഡി ഒരു കേസ് അവിടെ ഏഷ്യാനെറ്റിനെതിരെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെയും പ്രശ്നമാക്കാൻ വയ്യ. അതുകൊണ്ടാണ് ആ ഭാഗം മാത്രം എഡിറ്റ് ചെയ്തത്. ഇനി വീണ്ടും ഒരു സ്ത്രീക്കെതിരെ ഒരു പുരുഷൻ എന്ന് പിടിയും വലിയ കാര്യം പരിപാടിയും കൂട്ടുന്ന സമയത്ത് സ്ത്രീനെ പിടിച്ചു മാറ്റുന്നു എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് അടുത്ത കേസും പരിപാടിയും കാര്യങ്ങളും വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അതും കൂടി ചെയ്തിട്ടുള്ളത്. അതൊക്കെ അവരുടെ ഭാഗം ന്യായീകരിക്കാനുള്ളത്. പക്ഷേ ഈ പറഞ്ഞ സംഭവം വെച്ചാൽ ബിഗ് ബോസ് എന്ന ഷോ അതിനൊരു ക്രെഡിബിലിറ്റി അതുണ്ടെന്ന് വിശ്വസിച്ചവർക്ക് പോയി. അപ്പോൾ ഞാൻ നമ്മളൊന്നും ഒരിക്കലും ഇപ്പോൾ പറയുന്ന സമയത്ത് ബിഗ് ബോസിന് ക്രെഡിബിലിറ്റി ഉണ്ടായിരുന്നോ പോയി എന്നൊക്കെ പറയുമായിരിക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ബിഗ് ബോസ് എന്ന ഷോ ഈസ് ഈക്വലൻ ടു WWF വേൾഡ് റെസ്ലിംഗ് ഫെഡറേഷൻ്റെ ഗുസ്തി കാണുന്നതിന് തുല്യമാണ്. കാരണം ആ ഗുസ്തി കാണുന്ന സമയത്ത് നമുക്കറിയാം ആ അടിക്കുന്നതും കസേര എടുത്ത് അടിക്കാൻ പോകുന്നതും തിരിച്ചു മറിച്ചിടുന്നതും എല്ലാം നാടകങ്ങളാണെന്ന് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. പക്ഷേ പിന്നെയും WWFന് എത്ര പേരാണ്, എത്ര ആരാധകരാണുള്ളത് വേൾഡ് വൈഡ് ആയിട്ടുള്ള ആ ഷോയ്ക്ക്. ആ ഷോ അപ്പോഴും മുന്നോട്ട് പോകുന്നില്ലേ?